എനിക്ക് ഭയങ്കര വിഷമായി പോയി അപ്പച്ചി. എന്താടാ? ഇനിയിപ്പോൾ അത് വിട്ടുകളയാണ് നല്ലത്. ഇനി അത് ചോദിക്കാതൊന്നും വേണ്ട, ഞാൻ ഒന്നും പറയണല്ലേ. നീ എന്ത് പറ്റിയെന്ന് പറയടാ, പരിഹാരം ഉണ്ടാക്കുന്നേ നമുക്ക്. അത് അളിയൻ്റെ 6000 രൂപ എടുത്തത് ഞാനാണെന്ന് അളിയനും ചേച്ചിക്ക് സംശയം. എന്നാ എന്നോട് ആര് പറഞ്ഞു? അതിനി അപ്പം ചോദിക്കാനൊന്നും പോണ്ട, അത് വിട്ടുതരാം. എനിക്ക് പണ്ട് ഈ മോഷണത്തിന്റെ അസുഖം ഉണ്ടായിരുന്നോണ്ട് ഞാൻ ഇത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്, അതാണ്. എടാ അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? പണ്ട് പലരും ചെയ്തെന്നിരിക്കും, അതിന്റെ പേരിൽ ഇപ്പോഴും നിന്നെ കുറ്റപ്പെടുത്താന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ പോട്ടെ അപ്പച്ചി, അപ്പച്ചി ഇനി ചോദിക്കാനൊന്നും പോണ്ട, അത് വിട്ടുതരാം. ചേട്ടാ ഞാനിപ്പോ ഇവിടെ ഒരു സ്പൂൺ വെച്ചായിരുന്നല്ലോ. അപ്പച്ചി മനുഷ്യ ഇമോഷനിലേക്ക് വേണം അപ്പച്ചി, അപ്പച്ചി സ്പൂണ് തപ്പണത്. ഇല്ലടാ ഇപ്പൊ ഇവിടെ വെച്ചതാണടാ, ഇതല്ല, ചെറിയൊരു സ്പൂൺ. അയ്യോ എന്തോ എന്തോ ആടാ വന്നപ്പച്ചി? ആര്? എന്റെ ക്ലപ്റ്റോമാൻ. ദൈവമേ, എടാ സ്പൂണും പോയി അസുഖമുള്ളവര്. അതൊന്നും പറയാൻ പറ്റില്ല, ഏത് എവിടെ വെച്ച് എന്ത് എപ്പോ എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്ലപ്റ്റോമാനാണ് എന്റേത്. ദൈവമേ, അപ്പൊ നീയാണോ ഉത്തമന്റെ പൈസ എടുത്തത്? അതൊന്നും ഞാനൊന്നും അല്ല. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പഴിചാരിയോണ്ടാണ് എനിക്ക് പോയ ക്ലപ്റ്റോമാനെ തിരിച്ചു വന്നത്. ഇത് വലിയ മെനക്കെടായല്ലോ. നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ മോനും മരുമോളും കൂടെ ഇവനെ വീണ്ടും കള്ളനാക്കിന്ന്? എനിക്കത് അപ്പോഴേ തോന്നിയായിരുന്നു അവൻ എവനെ സംശയം ഉണ്ടെന്ന്. സംശയിച്ച് എന്റെ പോയ ക്ലപ്റ്റോമാനെ തിരിച്ചു വന്നു. ഇപ്പൊ അപ്പച്ചിന്റെ സ്പൂൺ ഞാൻ അടിച്ചു മാറ്റി പോകാൻ ഇട്ട്. അടിപൊളി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഇനിയിപ്പോ കുറച്ച് പാട് തന്നെ, ഗുളിക കഴിച്ചാലേ മാറുള്ളൂ, കുറെ നാള്. മാറിയാ കൊള്ളാം. നിന്റെ കയ്യിലുണ്ടോടേ? എന്നാ പോയി കഴിക്ക്. ഓ ബാഗ് ഇരിക്കുന്നു, എന്നാ പോയി എടുക്ക്. ചെല്ല് പോയി കഴിക്കടാ. ഇവിടെ ഞാൻ കണ്ട സ്പൂണ്. അപ്പോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇനി എന്ത് ചെയ്യുന്നു? എന്റെ സഹോദരന്റെ മോനല്ലേ, നല്ല ബെസ്റ്റ് കുടുംബം. ഈ ചെക്കൻ ഇന്ന് എന്റെ മാനം കപ്പല് കയറ്റും. എന്റെ ദൈവമേ, തുറക്കണത് എന്തോന്നടാ ഇവിടെ കിടന്ന് പെരുങ്ങുന്നത്? സമയം പോകാത്തോണ്ട് കുറച്ചു നേരം നിന്ന് പരുങ്ങാന്ന് വിചാരിച്ച്. എന്താ കണ്ട തർക്കുത്തരം കണ്ട? എടാ നീ ഇവിടെ തർക്കുത്തരം പറഞ്ഞോണ്ടിരുന്നോ? നീ ആ ചെക്കന്റെ അവസ്ഥ വല്ലതും അറിഞ്ഞോ? ഏത് ചെറുക്കൻ? മരുമോൻ, എന്റെ മരുമോൻ ശിവൻ. അമ്മ എല്ലാരും സംശയിക്കണ കൂട്ടത്തിൽ ഞാനും എന്റെ ഭാര്യയും കൂടെ അവനെ സംശയിച്ചു. അതിനിപ്പോ എന്ത്? ഡേയ് അവനെങ്ങനെ ആവശ്യമില്ല സംശയിച്ചുകൂടാന്ന്? അതിന്റെ ബാക്കിയുള്ളവരൊക്കെ ആവശ്യമില്ല സംശയിക്കാമോ? വേണ്ട, വീണ്ടും തർക്കുത്തരമാണ് പറഞ്ഞത്. എടാ അങ്ങനെ സംശയിച്ച് അവന്റെ മനസ്സ് വേദനിച്ച് അവന്റെ മറ്റേ പഴയ മേനിയ തിരിച്ചു വന്നേ. ക്ലപ്റ്റോമാനിയ. അവൻ ഏതൊക്കെ മേനിയ ഉള്ളത്? പിന്നെ എന്റെ അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് അവന്റെ അടുത്ത് പോയി ചോദിക്കണം. അത് തന്നെ ക്ലപ്റ്റോമാനിയ. അവനിപ്പോ ഓരോന്ന് മോട്ടിച്ച് തുടങ്ങി. ആണോ? ഓ പിന്നെ അല്ലാതെ ഇനി എത്ര കാലം മരുന്ന് കഴിച്ചാലാണോ ഇതൊന്ന് മാറുന്നു? ഡേയ് അവൻ വല്ല കടയിലെങ്ങാനും പോലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു. അടിയോട് ഊപ്പാട് വരും. സത്യം. ശരി ശരി അളിയ മാമ, എന്റെ സസ്പെൻഷൻ പിൻവലിച്ച് നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. നല്ല കാര്യമല്ലേ അത്? മാമ അയ്യോ മോഷണം, ക്ലപ്റ്റോമാനിയ. മാമ നാളെ കാണാൻ ഞാൻ ജോയിൻ ചെയ്തല്ലേ, ഞാൻ വല്ല CI പോകലടിച്ച് അവസാനം ഞാൻ ഡിസ്മിസിലും കൂടെ വാങ്ങിച്ചു പിടിക്കും ഞാൻ. അടുക്കളയിൽ സ്പൂണും മോട്ടിച്ചോണ്ട് ഓടിയാണ് ഇവൻ. സ്റ്റേഷൻ ചെന്നാലത്തെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. അയ്യോ, നീതി ദേവതയും ത്രാസും എന്തായാലും പൊക്കും. നീതി ദേവതയോ? കണ്ണും കെട്ടി ത്രാസം പിടിച്ചോണ്ട് നിക്കൂലേ? ഓ അത് അത് എന്റെ ജീവിതം തൊലച്ചപ്പോ തൃപ്തിയായല്ലോ. എടാ ഞാൻ അറിഞ്ഞ നിന്നെ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് നാളെ ജോയിൻ ചെയ്യാൻ പറയുന്നു. അളിയ വരും വരെയൊക്കെ നോക്കിയിട്ട് വേണം ഒരു നിരപരാധി പിടിച്ച് സംശയിക്കാൻ. ചേട്ടാ അങ്ങനെയല്ലടാ, ഞാനേ വേണ്ടളിയ മതി. വരുമോനെ ഒന്നോടാ നിന്നേ. നീ അറിയാതെ വല്ലതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലോ ഒന്ന് പരിശോധിക്കണ്ടേ? ഒന്നും പറഞ്ഞ് കിക്കിളിയാക്കണേ ഇതിന് മാറ്. അത് നിങ്ങൾ ചുമ്മാ അവനെ കളിയാക്കുന്ന പോലെ ആയിപ്പോയി കേട്ടോ. അതെന്തുവാ? ഓടി അങ്ങോട്ട് പോയി തപ്പുവാണോ എന്നെ? അവൻ അറിയാതെയൊക്കെ ചിലപ്പോൾ പോക്കറ്റിലായി പോണെങ്കിലോ? പക്ഷെ അവൻ എന്ത് വിചാരിച്ചാണ്? അത് ശരി, ഇപ്പം എല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്കായോ? പിന്നെ അവൻ പോയ സമയത്ത് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടാ? നമുക്കറിയാലോ അവൻ അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന്. അത് കൂടുതലല്ലേ ഉള്ളൂ. സമയത്ത് മരുന്നൊക്കെ കഴിച്ചൊന്ന് ശരിയായാൽ മതിയായിരുന്നു. എന്നാലും നിന്നെ പോലെ ഞാൻ സംശയിച്ചില്ലല്ലോ, മോശമായി പോയി കേട്ടാ. നീ സംശയിച്ചോണ്ടല്ലോ അവന് ഈ അസുഖം ഇപ്പം കൂടിയത്. അല്ല അത് ഞാൻ ഇപ്പം തപ്പിയപ്പോൾ അത് കൂടിയില്ലേ, വീണ്ടും കൂടിയില്ലേ? അത് ശരി.